PSC വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 2025 PSC ചോദിച്ച ഭരണഘടനയിലെ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ക്ലാസ് കാണാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ഒരു വീഡിയോയിൽ 2025 PSC നടത്തിയ ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ 2025 തന്നെ 2025 ഒക്ടോബർ 7-ാം തീയതി നടത്തിയ പരീക്ഷയുടെ ചോദ്യപേപ്പർ വരെ ഇതിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ചോദ്യങ്ങൾ മാത്രം നോക്കുകയല്ല നിങ്ങൾ വേണ്ടത്. നിങ്ങൾ എന്ത് ചെയ്യുക, ചോദ്യങ്ങൾ വരുന്ന ഏരിയ ഏതാണ്, PSC ഫോക്കസ് ചെയ്യുന്ന ഏരിയ ഏതാണെന്ന് വെച്ചാൽ അത് നിങ്ങൾ ഈ ചോദ്യങ്ങൾ പറയുന്നതിലൂടെ മനസ്സിലാക്കുകയും ആ ഏരിയ നിങ്ങൾ അധികം നല്ലോണം എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്ത് തറോ ആയിട്ട് ക്ലിയർ കട്ടാക്കി പഠിക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഈ ചോദ്യങ്ങൾ മാത്രം പരിചയപ്പെടരുത്. ഈ ചോദ്യം വരുന്ന ഏരിയ നിങ്ങൾ എന്താക്കണം, ക്ലിയർ ആക്കി പോകണം. ഓക്കെ. ഭരണഘടനയുടെ ആമുഖത്തിൽ വിട്ടുപോയ ഭാഗം എഴുതുക. ഒന്നാമത്തെ ചോദ്യമാണ്, ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു ഡേഷ് സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുന്നു. എന്താണ് ഈ വിട്ടുപോയ ഭാഗത്ത് എഴുതേണ്ടത്? പരമാധികാരം അല്ലേ. അപ്പോൾ എന്താണ്, ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കുന്നു അല്ലേ. അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ നെഹ്റു, അതായത് ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ആമുഖമായിട്ട് മാറിയത്. അപ്പോൾ ഓർമ്മിക്കുക, ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് പിന്നീട് എന്തായിട്ട് മാറിയത്, ആമുഖമായിട്ട് മാറിയത്. ഓർമ്മിക്കണേ. ഈ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു തന്നെയാണ്. അപ്പോൾ ഓർമ്മിക്കുക, ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു തന്നെയാണ്. ഓക്കെ. അതുപോലെ ലക്ഷ്യപ്രമേയമാണ് എന്തായിട്ട് മാറിയത്, ആമുഖമായിട്ട് മാറിയതും. ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തത് ഒരു പ്രാവശ്യമാണ്. അപ്പോൾ ഓർമ്മിക്കുക, ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തത് ഒറ്റ പ്രാവശ്യമാണ്. 1976 42-ാം ഭേദഗതിയിലാണ് എന്ത് ചെയ്തത്, ആമുഖം ഭേദഗതി ചെയ്തത്. അപ്പോൾ ഓർമ്മിക്കുക, 1976 42-ാം ഭേദഗതിയിലാണ് ആമുഖം ഭേദഗതി ചെയ്തത്. ആമുഖത്തിൽ 3 വാക്കുകൾ എന്ത് ചെയ്തു, കൂട്ടിച്ചേർത്തു. ഏതൊക്കെയാണ് ആ വാക്കുകൾ? സ്ഥിതി സമത്വം അഥവാ സോഷ്യലിസ്റ്റ്, മതേതരത്വം സെക്യുലർ, അതുപോലെ അഖണ്ഡത ഇൻ്റഗ്രിറ്റി. അപ്പോൾ ഓർമ്മിക്കുക, ആമുഖം ഭേദഗതി ചെയ്ത സമയത്ത് 3 വാക്കുകൾ കൂട്ടിച്ചേർത്തു. ഏതൊക്കെയാണ്? സ്ഥിതി സമത്വം, മതേതരത്വം, അഖണ്ഡത. അപ്പം ഇത്രയും കാര്യങ്ങളെങ്കിലും എന്ത് ചെയ്യുക, ആമുഖമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുക. ഇതൊന്നും അല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പം ആമുഖം എന്ന് പറയുന്നത് 1-2 ക്ലാസ് എടുക്കാൻ മാത്രമുള്ള ഒരു ടോപ്പിക് തന്നെയാണ് അല്ലേ. അപ്പം അത്രയൊന്നും സമയമില്ല, വീഡിയോയുടെ ലെങ്ത്ത് കൂടും. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ. ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കാൻ കാരണമായ ബ്രിട്ടീഷ് പദ്ധതി ഏതാണ്? ക്യാബിനറ്റ് മിഷൻ പദ്ധതിയാണ്. അപ്പോൾ ഓർമ്മിക്കുക, ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കാൻ കാരണമായ ബ്രിട്ടീഷ് പദ്ധതിയാണെന്ത്? ക്യാബിനറ്റ് മിഷൻ പദ്ധതി എന്ന് പറയുന്നത്. ഓർക്കൂലേ? ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കാൻ കാരണമായിട്ടുള്ള ബ്രിട്ടീഷ് പദ്ധതി ക്യാബിനറ്റ് മിഷൻ പദ്ധതിയാണ്. അതുപോലെ ഇന്ത്യക്ക് സ്വന്തമായിട്ടൊരു ഭരണഘടന വേണമെന്ന് ആദ്യമായിട്ട് ഈ ഒരു ആശയം കൊണ്ടുവന്നത് MN റോയ് ആണ്. അപ്പോൾ ആരാണ് ഇന്ത്യക്ക് ഭരണഘടന വേണം എന്നുള്ളൊരു ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത്? MN റോയ് കേട്ടോ, മറന്നുപോലെ MN റോയ്. അതുപോലെ 1946 ഡിസംബർ 6-നാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭ 1946 ഡിസംബർ 6-നാണ് ഭരണഘടനാ നിർമ്മാണ സഭ അല്ലെങ്കിൽ സമിതി നിലവിൽ വന്നത്. അപ്പോൾ ഓർമ്മിക്കുക, ഭരണഘടനാ നിർമ്മാണ സമിതി രൂപം കൊണ്ടതെന്നാണ് അല്ലെങ്കിൽ നിലവിൽ വന്നതെന്നാണ്? 1946 ഡിസംബർ 6-നാണ്. 46 ഡിസംബർ 6 അല്ലേ, കണക്ട് ചെയ്തൂടെ? അപ്പം 1946 ഡിസംബർ 6-ന് എന്ത് ചെയ്തു, ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നു.
ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഫസ്റ്റ് സമ്മേളനം നടക്കുന്നത് 1946 ഡിസംബർ 9-നാണ് കേട്ടോ. എന്നാണ് ഫസ്റ്റ് സമ്മേളനം? 1946 ഡിസംബർ 9-ന്. ഓക്കെ, അപ്പം ഈ ഒരു ഫസ്റ്റ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് സച്ചിദാനന്ദ സിൻഹ. ആരാണ്? സച്ചിദാനന്ദ സിൻഹ അല്ലേ. അതായത് താൽക്കാലിക അധ്യക്ഷൻ എന്നാണ് സച്ചിദാനന്ദ സിൻഹ അറിയപ്പെടുന്നത്. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ സച്ചിദാനന്ദ സിൻഹ. സ്ഥിരം അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അപ്പോൾ ഓർമ്മിക്കുക, താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹ, സ്ഥിരം അധ്യക്ഷൻ എന്ന് പറയുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അല്ലേ. അപ്പം 1946 ഡിസംബർ 11-നാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായിട്ടുള്ള സമ്മേളനം നടന്നത്. ഓക്കെ, അപ്പോൾ അത് ഓർമ്മിക്കുക കേട്ടോ. എന്നാണ് രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായിട്ടുള്ള സമ്മേളനം നടന്നത്? എന്നാണ്? 1946 ഡിസംബർ 11-ന്. ഒന്നുകൂടി പറയാം, 1946 ഡിസംബർ 6-ന് ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നു കേട്ടോ. അടുത്തത് എന്താണ്? ഫസ്റ്റ് സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9-ന്. അതുപോലെ ആ ഒരു സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് സച്ചിദാനന്ദ സിൻഹ. സ്ഥിരം അധ്യക്ഷൻ എന്ന് പറയുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അതുപോലെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായിട്ടുള്ള സമ്മേളനം എന്ന് പറയുന്നത് എന്നാണ് നടന്നത്? 1946 ഡിസംബർ 11-നാണ്. 3 ഡേറ്റ് മാറിപ്പോയത്. ആദ്യം ഡിസംബർ 6, പിന്നീട് ഫസ്റ്റ് സമ്മേളനം ഡിസംബർ 9. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായിട്ടുള്ള സമ്മേളനം എന്ന് പറയുന്നത് 1946 ഡിസംബർ 11. ഓക്കെ, അടുത്തത് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുന്നത് ആരാണ്? ഗ്രാമപഞ്ചായത്താണ് അല്ലേ. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലേ. അപ്പോൾ ഒന്നുകൂടി പറയാം, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുന്നത് ആരാണ്? ഗ്രാമപഞ്ചായത്താണ് അല്ലേ. ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡാണ് കേട്ടോ. അപ്പോൾ എന്താണ്? ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ഓക്കെ, സൈബർ നിയമങ്ങളിൽ നിയമനിർമ്മാണങ്ങൾ നടത്തുവാനുള്ള അധികാരം ആർക്കാണ്? കേന്ദ്ര പാർലമെൻറ്റിനാണ് അല്ലേ. അപ്പോൾ ഒന്നുകൂടി നോക്കാം, സൈബർ നിയമങ്ങളിൽ നിയമനിർമ്മാണങ്ങൾ നടത്തുവാനുള്ള അധികാരം ആർക്കാണ്? കേന്ദ്ര പാർലമെൻറ്റിനാണ് അല്ലേ. അപ്പോൾ നിയമനിർമ്മാണമൊക്കെ നടത്തുവാനുള്ള അധികാരം പാർലമെൻറ്റിനാണ് അല്ലേ. അത് ഓർത്ത് വെക്കുക കേട്ടോ. താഴെ പറയുന്നവയിൽ വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായതേത്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, രാഷ്ട്രം 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകേണ്ടതാണ്. രണ്ടാമത്തത്, 2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. അതുപോലെ മൂന്നാമത്തത് എന്താണ്? ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21(b)യിലാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നാലാമത്തത് 1976 42 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. തന്നിരിക്കുന്നതിൽ ശരിയായതാണ് ചോദിച്ചത്. അപ്പം ഓപ്ഷൻ സി ആണ്, 1, 2 ആണ് ശരി. അപ്പം മൂന്നാമത്തെയും നാലാമത്തെയും സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാനുള്ള കാരണം എന്താണ്? ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21(b)യിലാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം എന്നാണ് ഇവിടെ തന്നത് അല്ലേ. അപ്പോൾ 21(b)യിലാണോ? അല്ല അല്ലേ, 21(a)യിലാണ് എന്ത് ചെയ്യുന്നത്? വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഓർമ്മിക്കുക, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആർട്ടിക്കിൾ 21(a)യിലാണ് കേട്ടോ. അതുപോലെ എന്താണ്? 1976 42 ഭരണഘടനാ ഭേദഗതിയിലല്ലല്ലോ പിന്നെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ഏതിലാണ്? 2002 86 ഭരണഘടനാ ഭേദഗതിയിലാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇവിടെ തന്നിരിക്കുന്നതിൽ തെറ്റായിട്ടുള്ളത്. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പ് 19 പെടാത്ത പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. എന്താണ്? നിയമത്തിനു മുമ്പിൽ എല്ലാവരും തുല്യരാണ്. ബാക്കിയുള്ളതൊക്കെ എന്താണ്? വകുപ്പ് 19 പെട്ടതാണ്. എന്തൊക്കെയാണ് വകുപ്പ് 19 പെട്ടത്? തന്നിരിക്കുന്നതാണ് പറയുന്നത്. സംസാര സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും, ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സമ്മേളിക്കുക, ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കുക. ഇതാണ് തന്നതിൽ വകുപ്പ് 19 പെട്ടത്. ഓക്കെ,
12 മുതൽ 35 വരെയാണ് ഈ ഒരു മൗലികാവകാശങ്ങളുടെ ആർട്ടിക്കിൾ വരുന്നത്. അപ്പോൾ മൗലികാവകാശങ്ങൾ ഭാഗം 3-ൽ ഉൾപ്പെടുത്തി. അതുപോലെ 12 മുതൽ 35 വരെയാണ് മൗലികാവകാശങ്ങളുടെ ആർട്ടിക്കിൾ വരുന്നത്. 6 മൗലികാവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടന നമുക്ക് ഉറപ്പു നൽകുന്നത്. ആദ്യം സ്വത്തവകാശം ഒരു മൗലികാവകാശമായിരുന്നു. പിന്നീട് ഈ സ്വത്തവകാശത്തിനെ ഒരു നിയമാവകാശമാക്കി മാറ്റി. അപ്പോൾ ഓർമ്മിക്കുക, സ്വത്തവകാശം ആദ്യം ഒരു മൗലികാവകാശമായിരുന്നു. അപ്പോൾ 7 എണ്ണം ഉണ്ടായിരുന്നു മൗലികാവകാശം. ഇപ്പോൾ അതെന്താക്കി, അതൊരു നിയമാവകാശമാക്കി മാറ്റി. സ്വത്തവകാശം എന്നുള്ളത് ഇപ്പോൾ 6 എണ്ണേ ഉള്ളൂ.